ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്. ഒരു നല്ല നാട് എല്ലാവരുടെയും സ്വപ്നമാണ്, നമ്മുടെയെല്ലാം ആഗ്രഹമാണത്. എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾക്കനുസരിച്ച ഒരു നാട് പൂർണ്ണമായും നമുക്ക് ലഭിക്കാത്തത്? ലോകത്ത് പല രാജ്യങ്ങളിലും പല ഭരണാധികാരികളും ഭരിച്ചിട്ടുണ്ട്. പലരും നല്ല ഭരണം നടത്തി പേരെടുത്തവരായിരുന്നു. ദുർഭരണം കൊണ്ട് ദുഷ്പേരുണ്ടാക്കിയവരും ഉണ്ടായിരുന്നു. കൊച്ചി രാജവംശത്തിലെ ഭരണാധികാരി ശക്തൻ തമ്പുരാൻ ഭരിച്ച കാലത്ത് നാട്ടിൽ ഐശ്വര്യവും സമാധാനവും നിലനിന്നു. കേരള ചരിത്രത്തിൽ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. തൃശൂർ ജില്ലയും എറണാകുളത്തിന്റെ ചില ഭാഗങ്ങളും പാലക്കാടിന്റെ കുറച്ചു ഭാഗവും കൊടുങ്ങല്ലൂരുമെല്ലാം കൊച്ചി രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നു. 236 വർഷങ്ങൾക്ക് മുമ്പാണ് ശക്തൻ തമ്പുരാൻ ഭരണം ഏറ്റെടുത്തത്. 15 വർഷം ഭരിച്ചു. ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു അദ്ദേഹം. ക്രമസമാധാന പാലനത്തിലാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചത്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ, കളവ്, പിടിച്ചുപറി, കൊല എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അക്കാലത്ത് അക്രമികൾ ഭയപ്പെട്ടു. അക്രമികൾ ആരായാലും അദ്ദേഹം കർശന ശിക്ഷ നൽകി. സ്വന്തക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ ധനികരെന്നോ അദ്ദേഹം നോക്കിയില്ല. അഴിമതിക്കെതിരെ കർശനമായ നടപടികളാണ് എടുത്തത്. അങ്ങനെ തൃശൂർ ഉയർന്ന വ്യവസായ കേന്ദ്രമായി മാറി, സാംസ്കാരിക കേന്ദ്രമായി ഉയർന്നു. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഭരണം ഗുപ്ത രാജാക്കന്മാരുടേതായിരുന്നു. കാർഷികമായും വ്യാവസായികമായും ആ കാലഘട്ടത്തിൽ ഭാരതം വളർന്നു. ചരിത്രരേഖകൾ അനുസരിച്ച് 200 മുതൽ 300 വരെ വർഷങ്ങൾ ആ ഭരണം നിലനിന്നു. ഭരണസ്ഥിരത മാത്രമല്ലല്ലോ ഒരു നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടത്. ശാസ്ത്രവും കലയും സാഹിത്യവുമെല്ലാം ആ കാലഘട്ടത്തിൽ ഉയർന്ന നിലയിലെത്തി. ക്രമസമാധാനം, സാമ്പത്തികമായ ഉയർച്ച എന്നീ രംഗങ്ങളിലെല്ലാം ഉയർന്ന നിലയിലെത്തിയ ഒരു സാമ്രാജ്യമായി ഭാരതം വളർന്നു. ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആര്യഭടനും വൈദ്യശാസ്ത്ര രംഗത്തെ മഹാപ്രതിഭയായ സുശ്രുതനും ലോകപ്രസിദ്ധനായ സാഹിത്യ പ്രതിഭാശാലിയായ കാളിദാസനുമെല്ലാം ജീവിച്ചത് ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു. ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് എല്ലാവിധ തന്ത്രങ്ങളും ഉപദേശങ്ങളും നൽകിയത് ചാണക്യൻ എന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം രചിച്ച അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ലോകപ്രസിദ്ധമാണ്. മഹാപണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നും പ്രസക്തമാണ്. പ്രജാസുഖേ സുഖം രാജ്ഞ പ്രജാനാം ച ഹിതേ ഹിതം, നാത്മപ്രിയം ഹിതം രാജ്ഞ പ്രജാനാം തു പ്രിയം ഹിതം. പ്രജകളുടെ സുഖത്തിലാണ് രാജാവിന്റെ സുഖം, പ്രജകളുടെ ഇഷ്ടമാണ് രാജാവിന്റെ ഇഷ്ടം. ഒരു രാജാവിന്റെ താല്പര്യം അവനവന്റെ താല്പര്യമല്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടമായത് പ്രജകളുടെ ഇഷ്ടമാണ്. ശിവദാസൻ തെക്കിനിയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.